ഹലോ, ഇതപ്പോൾ എൻ്റെ ഒരു 33 വീക്കിലെ ഈ ഒരു ഈവനിങ് വ്ളോഗാണ്. എന്നേലും ഒരു ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസമായിരിക്കും മൊത്തത്തിൽ പണി കിട്ടുന്ന ദിവസം. അതങ്ങനെ ചുരുങ്ങി 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 ലാസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗായിട്ട് മാറും. അതാണ് മൊത്തത്തിൽ എപ്പോഴും എനിക്ക് സംഭവിക്കാറ്. അതുകൊണ്ട് തന്നെയാണ് ഈവനിങ് വ്ളോഗ്സ് കൂടുതലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 33 വീക്സ് കഴിയുന്നതോടെ എൻ്റെ സ്കാനിങ്ങും ചെക്കപ്പൊക്കെ കഴിയുന്നതോടെ എനിക്ക് ബെഡ് റെസ്റ്റാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ബെഡ് റെസ്റ്റ് എടുത്തപ്പോൾ അമ്മയും കൂടി ലീവ് എടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസത്തെ ഒരു ഈവനിങ് വ്ളോഗാട്ടോ അത്. ബെഡ് റെസ്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഏത് നേരവും ഒരു പൊസിഷനിൽ തന്നെ കിടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഹോളിലൊക്കെ വന്നിരിക്കും. അപ്പോൾ ഇതേ അമ്മ ഉണ്ണിക്ക് ഇത്തിരി മുന്തിരി ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവൻ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വായിൽ വെച്ചിരുന്നതാണ് കാണുന്നത്. പക്ഷേ അവൻ വെച്ചിരുന്നത് ഫുള്ള് കേടായിരുന്നു. കേടായത് മാത്രം നോക്കിയിട്ടാണ് എനിക്ക് വായിക്ക് വെച്ചെന്നിരുന്നത്. പിന്നെ ഭയങ്കര പുളിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര അതാണ് ഞാൻ എത്ര അധികം എക്സ്പ്രഷൻ ഇട്ട് ചാവണം. പിന്നെ കരൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒട്ടും വയ്യ, നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. എങ്ങനെയാണ് എത്രയും പെട്ടെന്നൊന്ന് ഡെലിവറി കഴിഞ്ഞാൽ മതി എന്ന് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എൻ്റെ. കാരണം ഓൾറെഡി ബെഡ് റെസ്റ്റായി, അമ്മ ലീവായി, ഉണ്ണിയുണ്ട്. മൊത്തത്തിൽ ഞാൻ ആകെ സ്ട്രെസ് എടുത്ത് പ്രഷർ അനുഭവിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ അമ്മ ലീവ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് നല്ലൊരു ആശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെലിവറി ഓൾമോസ്റ്റ് നിയറായി എന്നുള്ള ഒരു സിംറ്റംസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ബോഡി സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ആശ്വാസമായിരുന്നു. പിന്നെ അങ്ങനെ കുറേ നേരം കിടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കിടന്നുകൊണ്ട് തന്നെയാണ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തണ്ണിമത്തൻ കഴിക്കുന്നുണ്ട്, പേരയ്ക്ക കഴിക്കണമൊക്കെ ഉണ്ട്. പിന്നെ സന്ധ്യ കഴിഞ്ഞപ്പോൾ നാമം ചൊല്ലുന്നുണ്ട്. അവനങ്ങനെ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ടൈപ്പല്ല. വിളക്കൊക്കെ കണ്ട് അവൻ ചാടി പിടിക്കാനൊക്കെ പോവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലുള്ള കുറച്ച് സാധനങ്ങൾ സോർട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തൊക്കെ ഇനി പെൻഡിങ് ഉണ്ട് വാങ്ങാൻ, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സന്ധ്യാസമയം കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്കാണ് കിടന്നത്. ലാസ്റ്റ് ടൈം ഡെലിവറിക്ക് പോണേക്കാട്ട് മുൻപ് ഒരു 7 മന്ത് ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. പക്ഷേ ഈ ഒരു പ്രഗ്നൻസിയിൽ ഇപ്പോൾ എന്താ പറയുക, ലാസ്റ്റ് ടൈം ആയിട്ട് പോലും ഒന്നും ശരിയാക്കി വെച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് ഹോസ്പിറ്റലിൽ ഇപ്പോൾ എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നു. ലാസ്റ്റ് വീക്ക് എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്ന് പോകേണ്ടി വന്നു വയറുവേദന എടുത്തിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ബാഗും പാക്ക് ചെയ്ത് വെച്ചപ്പോൾ പെട്ടെന്ന് പാക്ക് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ നമുക്ക് ബെഡ് റെസ്റ്റാക്കി വീട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് അതിൽ നിന്ന് ഇത്തിരി സാധനങ്ങൾ സോർട്ട് ചെയ്യാണ് ചെയ്തത്. എല്ലാ വീക്കും എനിക്കിങ്ങനെ സൺഡേസ് മാത്രമാണ് അമ്മേനെ കിട്ടാറ്. അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ സൺഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര റെസ്റ്റ് എടുക്കാനും തോന്നും. അങ്ങനെ കുറേ നീണ്ട് പോയി ലാസ്റ്റ് ഇപ്പോൾ ഡെലിവറി വരെ എത്തിയിരിക്കണം. അങ്ങനെ ഞാൻ ഒരു ബാഗിൽ നിന്ന് എല്ലാം ഒഴിവാക്കിയിട്ട് അതിലെന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഒരു മിറർ വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ പെൻ വെക്കുന്നുണ്ട്, ടൈഗർ ബാം, ഓളിനി, അതുപോലെ തന്നെ ക്ലിപ്പ്, പിന്നെ പിൻ, അങ്ങനത്തെ നമ്മുടെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും, അതേപോലെ തന്നെ സിസേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് അതിൽ വെക്കണത്, പൊട്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു പേഴ്സിൽ വെക്കുന്നത്. കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായാലും കുറച്ച് ദിവസം നിൽക്കേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ബാഗിൽ നിന്ന് സോർട്ട് ചെയ്ത് വെക്കുന്നത്. ആക്ച്വലി ഞാനിപ്പോൾ ഹസ്ബൻഡ് വീട്ടിലല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഈ ഒരു പേഴ്സിലാണ് സൂക്ഷിച്ച് വെക്കാറ്. കാരണം ഈ വീട്ടിൽ അവിടെ ഇവിടെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉണ്ണിൻ്റെ കയ്യിൽ കിട്ടിയാൽ ഒന്നും തിരിച്ച് കിട്ടില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് അപ്പോൾ എടുക്കാമല്ലോ. അതുപോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാനും സൗകര്യമായിരിക്കും. അല്ലെങ്കിൽ പകുതി സാധനങ്ങൾ ഞാൻ തിരിച്ച് അങ്ങോട്ടും കൊണ്ടുപോകില്ല. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് തപ്പിയെടുക്കേണ്ട അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സ്റ്റോറേജ് ബാഗ് ഞാൻ മീഷോന്ന് വാങ്ങിയത്. ഒരു 199 ബിലോ ആണ് ഞാനിത് വാങ്ങിയത്. പക്ഷേ അത്യാവശ്യം നമുക്കിതുപോലെയൊക്കെ യൂസ് ചെയ്യാം. അധികം ആ ഒരു റേറ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഞാനതുപോലെ ഹോസ്പിറ്റൽ ഡെലിവറി ബാഗ് പാക്കിങ് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് വെക്കണമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് പറ്റണ പോലെ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പോൾ അമ്മ ലീവാണ്, പക്ഷേ ഞാൻ ബെഡ് റെസ്റ്റ് ആയി പോയി. അല്ലാത്ത ദിവസങ്ങളിൽ സൺഡേസിൽ അമ്മയുള്ളപ്പോൾ ഞാൻ കൂടുതൽ നേരം റെസ്റ്റ് എടുക്കും. അങ്ങനെ ഇപ്പോൾ വീഡിയോസ് എടുക്കാനൊക്കെ ലാഗായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉടനെ അത് ഒരു ഡെലിവറി ബാഗ് പാക്കിങ് വേഗം തന്നെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് നിയറായി എന്നുള്ള ഒരു തോട്ടും ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണ ഒരു വീഡിയോയും കൂടിയും എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ച് നേരെ കിടന്ന് ഉറങ്ങാനുണ്ടായത്. ബാക്കി വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. അതും എല്ലാവർക്കും ബൈ.